പാഠം 99 പെണ്ണുങ്ങളും പ്രേതങ്ങളും. മോഹനേട്ടൻ മോശമായിട്ട് പെരുമാറാത്തത് കൊണ്ട് മാത്രം വലിയ ആളാവില്ല. മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുമ്പോൾ അതിനെ എതിർക്കാൻ പഠിക്കണം. സഹായം ആവശ്യമുള്ള പെൺകുട്ടികളെ സഹായിക്കണം. അവന്മാര് ആ പെൺകൊച്ചിന്റെ പിറകെ കൂടിയിരിക്കുകയാണ്. സാറിന് ഭാഗ്യമുണ്ട്, ഇനി ഒന്നും ആലോചിക്കാനില്ല. കയറി അങ്ങോട്ട് ഇടപെടി സാറേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന്റെതും പൊടി പോലും കിട്ടില്ല. സാറിനെ പോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ സംശയിക്കുന്ന ആ സ്ത്രീയെ ഒരു പാഠം പഠിപ്പിക്കണം. പെണ്ണെ, എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ആ പെണ്ണ് വന്നത് എന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോ എന്നെ പറ്റി പുറത്തു പറയുന്ന ഇങ്ങനെയൊക്കെയാണല്ലേ? ഇന്നിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം ഉത്തമ. സിമ്പിൾ അല്ലേ? എനിക്കറിയാമായിരുന്നു അവൾ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് പറയുമെന്ന്. പക്ഷെ സത്യം എന്താണെന്ന് നീ അറിയണം. ഞാനും ചാലതയും കൂടി നടന്നു വന്നപ്പോ അവൾ എന്റെ കൈ കയറി ഒരു പിടുത്തം. അത് റോഡല്ലേ, ആരെങ്കിലും കണ്ടാലോ? അപ്പോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല, പിന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഉടനെ ഞാൻ അവളോട് പറഞ്ഞു, ചാരുലതേ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന്. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി പരപുരുഷന്മാരുടെ കൈക്കേറി പിടിച്ചാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്ന്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞെന്തെന്നറിയാമോ? എന്ത്? അതൊന്നും കുഴപ്പമില്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കൈക്കേറി പിടിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലെന്ന്. രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലെന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ചാരുലതേ എന്റെ ഭാര്യ ഇപ്പൊ ഈ വഴി വരും, നമ്മൾ രണ്ടുപേരും കൈകോർത്ത് നടക്കുന്നത് കണ്ടാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. അപ്പൊ അവൾ പറയുക, അങ്ങനെ കയ്യിൽ നിന്ന് തൊട്ടാൽ എന്ത് സംശയിക്കാനാന്ന്. അപ്പോഴും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ ഞാൻ അവസാനം തടവെടുത്തത്. അവളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ചാരുലതേ എന്റെ ഭാര്യ ഒരു സംശയരോഗിയാണെന്ന്. അത്രേ ഉള്ളൂ, ചുമ്മാ പറഞ്ഞില്ലേ ഞാൻ. ഇതൊന്നും അല്ലല്ലോ സംഭവം. ഞാൻ സാറിന്റെ കൈയിൽ പിടിച്ചത് ഈ ഗേറ്റ് കടന്നതിന് ശേഷമാ. എന്നാലും പറഞ്ഞു, അതിനു മുമ്പ് റോഡിൽ വെച്ചോ? കള്ളം പറയല്ലേ സാറേ. ഇനിയും കള്ളം പറഞ്ഞ റോഡിൽ സംഭവിച്ചതെല്ലാം ഞാൻ ഭാമേച്ചോട് പറയും. എന്തെന്ന് ഒന്നുമില്ല. കൈക്കല്ലേടി ഭാമേ. ഭാമേ, നീ പെണ്ണങ്ങല്ലേ. സത്യത്തിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. സത്യം, അവള് എന്റെ കൂടെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കാണിച്ച വിദ്യയായിരുന്നു അത്. ഇങ്ങോട്ട് നോക്ക, ലോകത്താര് നിന്നെ പറ്റി പറഞ്ഞാലും ഞാൻ അങ്ങനെ പറയൂ? എന്റെ സ്ഥാനത്ത് നീയാണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ പറയൂ? സോറി. കുടുംബത്ത് പറഞ്ഞ പെൺകുട്ടി, നീ എന്റെ കുടുംബം കലക്കുമല്ലേ നിന്നെ. ഹലോ. ആ ഉത്തമ, ഞാനാ. എന്ത് സാറേ? അവളെ ചതിച്ചു, ഒക്കെ ഭാമയോട് പറഞ്ഞു. ഇനി അവളെ വിട്ടിട്ട് കാര്യമില്ല. സാർ ഇങ്ങനെ ഓരോ മിനിറ്റിലും മാറി മാറി ഓരോന്ന് പറഞ്ഞാൽ ഞാനെന്തോ ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവളെ നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ കാണരുത്. ഓ ശരി, ഞാൻ നോക്കട്ടെ. ഇയാളെ കൊണ്ട് വലിയ കഷ്ടം തന്നെ. ഇനിയിപ്പോ ഞാനായിട്ട് സഹായിക്കാത്തതിന്റെ പ്രശ്നം വേണ്ട. ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റിയ മോഹനന്റെ സാറിന് എന്നോട് വലിയ കാര്യമായിരിക്കും.
ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? അല്ല, ചാരി വന്നിട്ടുണ്ടല്ലോ, അവക്ക് വലിയ ആഗ്രഹം. അവളുടെ നാട്ടിൽ ഈ സിനിമ എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ലേ? അതുകൊണ്ടല്ല മോനേട്ടോ, വീട്ടിലൊരു അതിഥി വരുമ്പോ സിനിമയ്ക്ക് പോകുന്നൊക്കെ നാട്ടു നടപ്പല്ലേ. അങ്ങനെ ഒരു നാട്ടുനടപ്പിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. മോഹനയുടെ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കല്ലേ. നമ്മൾ രണ്ടുപേരും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ആലോചിച്ചിട്ട് എത്ര നാളായി. ദേ, ഇന്ന് എന്തായാലും പോണം. നമ്മൾ രണ്ടുപേരും കൂടി പോകണമെന്ന് ആലോചിച്ചിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ ഇപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ ഉള്ളത്, 3 പേരില്ലേ? അതും നിന്റെ കൂട്ടുകാരുടെ അനിയത്തി. അങ്ങനെ ഒരാളെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ കാശില്ല. മോഹനേട്ടാ, എന്റെ കാശിനെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. എന്റെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. നീ വെറുതെ ഇരിക്കും ചാരു. ഇതൊക്കെ മോഹനേട്ടന്റെ തമാശയല്ലേ? തമാശയല്ല. മോഹനേട്ടൻ ഇങ്ങനെയാ, എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കും. ഉത്തമേട്ടൻ പറഞ്ഞു സാർ എപ്പോഴും ആളുകളെ വിരട്ടി ഓടിച്ചോണ്ടിരിക്കുമെന്ന്. ഇപ്പൊ ഭാമേച്ചി പറയുന്നു സാർ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കുമെന്ന്. ഇതിലേതാ സത്യം? അല്ല, ഇനിയിപ്പൊ ഞാനുള്ളത് കൊണ്ടുള്ള വിഷമം വേണ്ട. ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല. തീർന്നില്ലേ പ്രശ്നം? അല്ല, അവളെ പിണക്കിപ്പോ മോഹനേട്ടൻ സമാധാനമായാലും. ഇതാ ഞാൻ പറഞ്ഞത്, പെരുമാറാനറിയില്ലെന്ന്. ഇനിയിപ്പോ അവൾ ഇന്ദിരയോട് പറയാൻ പോകുന്നത് എന്തായിരിക്കും? എന്താ? ഭാമേച്ചിയുടെ ഭർത്താവ് ഒരു ഭൂലോക പിശുക്കനാണെന്ന്. എന്നെ നാണം കെടുത്തി നിങ്ങൾ അടങ്ങൂളല്ലേ പിശുക്കൻ. അവള് വന്ന് കയറിന് ശേഷം ഞാനും ഭാമയും തമ്മിൽ രണ്ടാമത്തെ വഴക്കാ. ഇങ്ങനെ പോയി അവളീ കുടുംബം കലക്കിട്ടേ പോവും. സാരമില്ല, നേരെ ഒന്ന് രാത്രി ആയിക്കോട്ടെ മോളെ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഞാനും ഇന്ദിലേക്കും എന്തു കൂട്ടാരെന്ന് നിനക്കറിയോ? ലോ കോളേജിലെ ഹോസ്റ്റലിൽ ഞാനും അവള് കൂടി 3 കൊല്ലമാണ് കഴിഞ്ഞു കൂടിയത്. എന്ത് രസായിരുന്നു. അന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിനക്ക് പക്ഷെ ഓർമ്മ കാണില്ല, വർഷം 5-6 പക്ഷെ അത് കഴിഞ്ഞും ചേച്ചി വന്നിട്ടുണ്ടല്ലോ. അതൊന്നോ 2 പ്രാവശ്യമല്ലേ. ഒരു പ്രാവശ്യം ഒരു കേസിന്റെ കാര്യം അവളോട് ഡിസ്കസ് ചെയ്യാൻ, പിന്നെ എന്റെ കല്യാണം വിളിക്കാനും. അതെനിക്ക് ഓർമ്മയുണ്ട്. മണി 9 കഴിഞ്ഞു. സാധാരണ ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഇന്ന് സാധാരണ പോലെ അല്ലല്ലോ, ചാരി വന്നിരിക്കില്ലേ. കുട്ടിയുടെ വീട്ടിലെങ്ങനെയാ? അത്താഴത്തിന്റെ പരിപാടികളൊന്നും ഇല്ലേ? ഞങ്ങള് രാത്രി 10 മണി കഴിഞ്ഞേ കഴിക്കൂ. അച്ഛൻ മാത്രം ചിലപ്പോ നേരത്തെ കഴിക്കും. നല്ല ഫാമിലി. മോഹനേട്ടാ, ഒരു അരമണിക്കൂറോട് കഴിയട്ടെ. ഇവരോട് വിശേഷം പറഞ്ഞ് എനിക്ക് മതിയായില്ല. അല്ലെങ്കിലും മോഹനേട്ടൻ അങ്ങനെ വിശപ്പൊന്നും ആയിട്ടില്ല, നമുക്കും കണ്ടാൽ അറിഞ്ഞൂടെ? വിശപ്പല്ലല്ലോ ഭാമേ പ്രശ്നം. ഉത്തമം വരുന്നതിന് മുമ്പ് ഇവളെ നിന്റെ അടുത്തുനിന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാകില്ലേ ഭാമേ? ഹലോ, എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ ഉണരാമല്ലോ എന്നാണ് എന്റെ ചിന്ത. ഒരു കാര്യം ചെയ്യ്, മോഹനോട് കഴിച്ചിട്ട് കിടന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അത് ശരിയാവില്ല. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. മാത്രമല്ല, ഒറ്റ കിടന്ന എനിക്ക് ഉറക്കം വരില്ല. ഓഹോ, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3-4 ആയില്ലേ? ഇപ്പോഴും മോഹനകൃഷ്ണ സാറിന് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. എനിക്ക് പോടി, ചെറിയ വായിൽ വലിയ വർത്താനം. ചാരു, നിന്റെ ഈ മോഹനകൃഷ്ണൻ സാറ് എന്നുള്ള വിളി എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാനുള്ളതല്ലേ നീ? അപ്പൊ വീട്ടിലുള്ള ഒരാളെ സാറേ സാറേ എന്നാണ് വിളിക്കുന്നത്. നീ മോഹനേട്ടാന്ന് വിളിച്ചാ മതി. വിളിക്കാൻ ചേച്ചി, ആദ്യം ഞാനും മോഹനകൃഷ്ണൻ സാറും നല്ല പരിചയമാവട്ടെ, അത് കഴിഞ്ഞ് വിളിക്കാം. പരിചയമുള്ള അവസരം നിനക്ക് കിട്ടിയാലല്ലേ. ഉത്തമൻ ഇപ്പൊ വരും. നീ ഒറ്റയ്ക്കാവുന്ന നിമിഷം നിന്റെ ഇടപാട് തീരും. പിന്നെ നീ എന്നെ മോഹനേട്ട എന്ന് പോയിട്ട് മോ എന്ന് പോലും വിളിക്കില്ല. അപ്പൊ എന്താ പറയുന്നു? മോഹനേട്ട കഴിക്കുന്നു? ഒരു കാര്യം ചെയ്യ്, അരമണിക്കൂർ സമയം കൂടി തരാം. അതിനുള്ളിൽ സംസാരിച്ച് തീർത്ത് ഭക്ഷണം വിളമ്പിയിരിക്കണം.
പിന്നെ ഇവിടെ സംസാരമില്ല, കളിയുമില്ല, ചിരിയുമില്ല. ബാക്കിയെല്ലാം നാളെ. ഇത് ശരിക്കും ഒരു പട്ടാള ക്യാമ്പാണല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ ചാരു, ആ പുറമേ കാണുന്ന ഗൗരവമൊക്കെ ഉള്ളൂ. സത്യത്തിൽ മോഹനയുടെ ഒരു പാവ. ഇപ്പോ ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നോടെന്നല്ല, ഞാൻ ആരോട് സംസാരിക്കുന്നു പുള്ളിക്ക് ഇഷ്ടമല്ല. എപ്പോഴും മോഹനേട്ടന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണം, അതാണ് ഇഷ്ടം. നടന്നത് തന്നെ. എല്ലായിടത്തും വെളിച്ചം, കറണ്ടിന് ചാർജും കൂടുതലെന്ന് പറഞ്ഞിട്ട് ആരും ലൈറ്റ് അണയ്ക്കണില്ലേ? ഓടോട്ടെ കൊല്ലു ഞാൻ. ആഹാ, ഒരു വില്ലേജ് ഓഫീസറുടെ പ്രീതി പിടിച്ചു പറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഈശ്വര, ഇത് സേഫാണ്. ഇതെനിക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി വച്ചയ്ക്കും പോലെ ഇരിക്കുന്നു. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? മാണി 10-10:30 ലൈറ്റ് ഓഫ് ചെയ്യാതെ. സാറിപ്പം ഈ ഉത്തമൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഒരു കാര്യത്തിന് കൃത്യനിഷ്ഠയില്ല. അക്സസറീസ് ഒക്കെ വച്ച് കെട്ടിട്ട് പോവല്ലേ സാറേ? ഉത്തമൻ ഇനി വരാതിരിക്കോ? ഒക്കെ അതിർത്തിയിൽ എഴുയും പോലെ. എന്താ എന്താ ബഹളം? സാറേ, ഇത് ഞാനാണെന്ന് ഇയാള് നിൽക്കുന്നു കാണിക്കണം. സാറേ, ഉത്തമനാണ്. ഇയാൾ ആരാന്തോ വില്ലേ ആക്കിയത്? കാറ്റ് പോയ ഈശ്വര, അവാർഡ് ശില്പം കണക്കെ കിടക്കുന്നു. ഇയാള് മനുഷ്യരെ കണ്ടു. എന്തുപറ്റി സാറേ? എന്താ പ്രേതോ? എന്നിട്ട് വാ അവിടുന്ന്, എന്നിട്ട് വരാൻ. എന്താ എന്താ? ഒന്നും പേടിക്കണ്ട, ഒന്നുമില്ല. ഈശ്വര, ഐഡിയം പറഞ്ഞു കൊടുത്തിട്ട് ഇയാള് പേടിച്ചത് എങ്ങോട്ട് പോണു? എന്താ ദൈവമേ, ഇയാളെ ഞാൻ